ബംഗാളിലെ കാറ്റ് എങ്ങോട്ട്? മമതയുടെ ഭാഗത്തേക്കോ അതോ ഇടത്തോട്ടോ അതോ ഇനി ബി.ജെ.പിയിലേക്കോ? എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗാളിൽ കനത്ത പോളിംഗ് ആണ്. ബംഗാളിൽ മാത്രമല്ല തമിഴ്നാട്ടിലും കനത്ത പോളിംഗ് ആണ്. വോട്ടേഴ്സ് ഒഴുകി എത്തുകയാണ്. അതുകൊണ്ട് തന്നെ പോളിംഗ് കൂടിയ സ്ഥിതിക്ക് മമതാ ബാനർജിക്ക് ഇനിയും ഒരു അവസരം അവിടെ കിട്ടുമോ എന്ന് കണ്ടു തന്നെ അറിയണം. കാരണം നമ്മൾ കണ്ട ഒരു വാർത്ത SIRൽ ഒരുപാട് പേര് ബംഗാളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. പുറത്താക്കപ്പെട്ടത് വെറുതെ ഒന്നും അല്ല കേട്ടോ, കൃത്യമായിട്ടുള്ള രേഖയില്ല, നുഴഞ്ഞു കയറിയവരാണ്. ഈ നുഴഞ്ഞു കയറിയ ആൾക്കാരായിരുന്നു മമതാ ബാനർജിയുടെ ബലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നുഴഞ്ഞു കയറിയ ആൾക്കാരെയൊക്കെ മൊത്തം കടക്ക് പുറത്തേ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി മമതാ ബാനർജിക്ക് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ല മിറാക്കിളും സംഭവിക്കേണ്ടി വരുമെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. മാത്രവുമല്ല, പണ്ട് ഏകാധിപതിയായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു മമതാ ബാനർജി. ആരൊക്കെ തന്നെ കുലുക്കാൻ നോക്കിയാലും ഞാൻ കുലുങ്ങുകയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അടിക്കടി ഒരുപാട് പേരുകളിൽ മമതാ ബാനർജിക്കെതിരെ പൊങ്ങി വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ SIRലെ യഥാർത്ഥ രേഖയുള്ളവർ മാത്രമേ അവിടെ നിൽക്കാൻ പറ്റുകയുള്ളൂ. അവിടെ നല്ല എല്ലായിടത്തും. പക്ഷേ യഥാർത്ഥ രേഖയല്ലാത്തവർ, നുഴഞ്ഞു കയറിയവർ ബംഗാളിൽ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ SIR ഇവിടെ നടപ്പാക്കാൻ പറ്റില്ല എന്ന് ആദ്യമേ തന്നെ തുറന്നു പറഞ്ഞൊരു വ്യക്തി കൂടിയാണ് മമതാ ബാനർജി. പക്ഷെ എന്തുണ്ടായി? SIR നടപ്പാക്കി. അതുപോലെ തന്നെ മതിയായ രേഖകളില്ലാത്തവർ പുറത്താക്കപ്പെടുകയും ചെയ്തു. അതുമാത്രമല്ല, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരുപാട് ആധാർ കാർഡുകൾ, അതായത് വ്യാജ ആധാർ കാർഡുകൾ കുറെ അവിടുന്ന് ലഭിക്കുകയും ചെയ്തു. ഇതെല്ലാം മമതാ ബാനർജിയുടെ വിജയത്തിന്റെ മറ്റൊരു വശമാണ്. കാരണം യഥാർത്ഥമായിട്ടുള്ള പാതയിലൂടെയല്ല മമതാ ബാനർജി വിജയിച്ചു വരുന്നതെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ പിന്നെ വ്യാജ ആധാർ കാർഡുകൾ കുന്നോളം ശേഖരിച്ചു വെക്കേണ്ട ആവശ്യം എന്താണ് മമതാ ബാനർജിക്ക്? അപ്പോൾ ഇതിൽ നിന്ന് ഒരു വ്യക്തമാക്കേണ്ട മമതാ ബാനർജിയുടെ അടിത്തറ ഇളകിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. കാരണം കാറ്റ് ചിലപ്പോൾ BJPയിലേക്ക് ആനടിച്ചോ എന്ന് നമുക്ക് സംശയിക്കാതിരിക്കാൻ വയ്യ. കാരണം മോദി വന്നപ്പോൾ അത്രയ്ക്കും വലിയ തരംഗമായിരുന്നു ബംഗാളിൽ ഉണ്ടായിരുന്നത്. നമ്മളെല്ലാം കണ്ടതുമാണ്, കേട്ടതുമാണ്. അതുകൊണ്ട് തന്നെ ബംഗാളിലെ കാറ്റ് മാറാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. മാത്രവുമല്ല, കഴിഞ്ഞ 3-4 മാസങ്ങൾക്ക് മുമ്പ് ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് റേപ്പിന് ഇരയായിട്ട് കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ മമതാ ബാനർജി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. എന്താണെന്നോ? അർദ്ധരാത്രിയിൽ പുറത്തിറങ്ങാനായിട്ട് ആരാ സമയം കൊടുത്തേ? ആരാ അവകാശം കൊടുത്തേ? ഇതിപ്പോ നമുക്ക് മലയാളത്തിലൊരു സിനിമ ഉണ്ടായിരുന്നു, ക്യൂൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊരു ഡയലോഗ് ഉണ്ടായിരുന്നു സലീം കുമാറിന്. ഏതാണ് ആ അസമയം എന്നാണ് നമുക്ക് മമതാ ബാനർജിയോട് ചോദിക്കാനുള്ളത്. കാരണം ഒരു പെൺകുട്ടിക്ക് രാത്രി പുറത്തിറങ്ങാൻ പാടില്ല എന്ന് മമതാ ബാനർജി ഇത്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്റെ നാട്ടിലെ ആണുങ്ങളെ സൂക്ഷിക്കുക എന്നല്ലേ പറയേണ്ടി വരിക? അവർക്ക് എന്തൊക്കെയോ കുഴപ്പമുണ്ട്, പ്രത്യേകിച്ച് ലൈംഗിക കാര്യങ്ങളിൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മമതാ ബാനർജി പറയുകയല്ലേ ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല, ഒരു പെണ്ണിന്, മെഡിക്കൽ ഫീൽഡ് ആയിട്ടുള്ള പെൺകുട്ടിക്ക് എപ്പോൾ പുറത്തിറങ്ങണം? ജോലി കഴിഞ്ഞ് വരുന്നത് ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ ആ പെൺകുട്ടി ജോലി കഴിഞ്ഞ് വീട്ടിൽ വരാതെ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കണമെന്നാണോ മമതാ ബാനർജി പറയുന്നത്? ഒരു പെൺകുട്ടിക്ക് പോലും സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്ത, എന്നാൽ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് നിങ്ങൾ വിചാരിക്കും. അങ്ങനെയല്ല. ബംഗാളിൽ ഇതിനു മുമ്പും ഒരുപാട് മെഡിക്കൽ സ്റ്റുഡൻസ് വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷെ മമതാ ബാനർജി ഒന്നും തിരിച്ച് റിയാക്ട് ചെയ്യുന്നില്ല. പറയുന്നതാകട്ടെ പെണ്ണിന്റെ ഭാഗത്തു നിന്നല്ല പറയുന്നത്. ഇരയ്ക്കൊപ്പം നിൽക്കുന്നില്ല, വേട്ടക്കാർക്കൊപ്പം നിൽക്കുകയാണ് മമതാ ബാനർജി അന്നും ഇന്നും ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ വേട്ടക്കാരുടെ ഒപ്പം നിൽക്കേണ്ട കാര്യം മമതാ ബാനർജിക്കുണ്ടോ? ഇരയ്ക്കൊപ്പം നിൽക്കേണ്ട അവസ്ഥയിൽ പോലും ഇരയെ തള്ളി പറയുന്നു. കാരണം വീട്ടിൽ നിന്ന് വിട്ടിട്ടല്ലേ. പെൺകുട്ടി അസമയത്ത് പുറത്തിറങ്ങാൻ പാടില്ല. മമതാ ബാനർജിക്ക് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? അതൊക്കെ തന്നെ ഇത്രയും കാര്യങ്ങളെല്ലാം അവിടെയുള്ള ആളുകളുടെ മനസ്സിൽ കിടക്കുകയാണ്. കാരണം വർഷങ്ങളായിട്ട് പണ്ട് അവിടെ CPMന്റെ ആധിപത്യ ഭരണമായിരുന്നു. എന്നാൽ CPMന്റെ ഭരണം അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അധികാരത്തിൽ കയറുന്നത് മമതാ ബാനർജിയാണ്. ആ മമതാ ബാനർജി ഒടുവിലത്തെ CPMകാരെയൊക്കെ കൊല്ലാക്കൊല ചെയ്യുകയാണ് ചെയ്തത്. കാരണം അവർക്ക് എതിരെ ഒരു ശബ്ദം പോലും പൊന്തി വരരുത്. അതിനു വേണ്ടിയിട്ട് ചോദ്യം ചെയ്യുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയമായിരുന്നു മമതാ ബാനർജി അവിടെ കാഴ്ചവെച്ചത്. അങ്ങനെ കാഴ്ചവെച്ച് ഇപ്പോൾ ഇത്രയും തന്നെ ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല എന്നൊരു ധൈര്യത്തില് വായിക്ക് തോന്നിയത് എന്തും വിളിച്ചു പറയുന്ന ഒരു രീതിയായിട്ട്, ഏകാധിപത്യ ഭരണമായിട്ട് അവിടെ അങ്ങ് മമതാ ബാനർജി തഴച്ചു വളർന്നു. ഇപ്പോൾ ആ ഭരണത്തെ ചോദ്യം ചെയ്യാനായിട്ട് BJP എന്നൊരു തരംഗം അവിടെ ആനടിച്ചിട്ടുണ്ട്. അത് തന്നെ മമതാ ബാനർജിക്ക് നല്ലൊരു കുലുക്കവും വന്നിട്ടുണ്ട്. ഇരിക്കുന്ന തട്ട് ചിലപ്പോൾ കുലുങ്ങിപ്പോകാം. ഈ കാറ്റ് ചിലപ്പോൾ അങ്ങോട്ട് തന്നെ ആനടിച്ചിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും വലിയ കനത്ത പോളിംഗ് ആണ് ബംഗാൾ ഇപ്പോൾ ഉള്ളത്. മമതാ ബാനർജിയുടെ നില തെറ്റുമോ അതോ വീണ്ടും അധികാരത്തിൽ വരുമോ എന്ന് കണ്ട് തന്നെ അറിയണം. എന്തായാലും അധികാരത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ മമതാ ബാനർജിക്ക് ഇതിനേക്കാൾ വലിയൊരു പരാജയം ജീവിതത്തിലും
പ്രൊഫഷനിലും കിട്ടാനില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്.